CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളുടെ കലാമികവ് മാറ്റുരയ്ക്കുന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ CBSE കലോത്സവം 2025 പെരിന്തൽമണ്ണ ISS ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു. മലപ്പുറം MP ഡോക്ടർ MP അബ്ദുസമദ് സംതാനി 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കം ഉദ്ഘാടനം ചെയ്തു. വള്ളുവനാടിന്റെയും ഏറനാടിന്റെയും ചരിത്രം പഠനവിധേയമാക്കണമെന്ന് VD സതീശൻ. സ്വാതന്ത്ര്യ സമര സേനാനികളായ MP നാരായണ മേനോന്റെയും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും ജീവിത ചരിത്രം രചിച്ച് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പുറത്തിറക്കിയ ഡോക്യുമെന്ററി പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ കോറി കാരണം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായി പരാതി. ആലിപ്പറമ്പ് പാറക്കണ്ണി വഴിയിലപ്പാറ പൂളേങ്കോട് കോളനി നിവാസികളാണ് പരാതിയുമായി എത്തിയത്. വിദ്യാർത്ഥികളുടെ കലാമികവ് മാറ്റുരയ്ക്കുന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ CBSE കലോത്സവം 2025 പെരിന്തൽമണ്ണ ISS ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു. മലപ്പുറം MP ഡോക്ടർ MP അബ്ദുസമദ് സംതാനി 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കം ഉദ്ഘാടനം ചെയ്തു. ഞാൻ എപ്പോഴൊക്കെ ഇത്തരം ചടങ്ങുകളിൽ പോകാറുണ്ടോ അപ്പോഴൊക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നിർവഹിക്കുന്ന സേവനത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെ എടുത്തു പറയുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം വിദ്യാഭ്യാസപരമായി വളരെ അവശത നാം അനുഭവിച്ചു പോന്ന ഒരു സാഹചര്യത്തിൽ, ഇന്നും അത് പൂർണ്ണമായി പരിഹരിച്ചു എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സഹോദയ പോലുള്ള മഹത്തായ സംരംഭങ്ങൾ നിർവഹിച്ചിട്ടുള്ള സേവനത്തെ വിലമതിക്കാനാകാത്തതായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ജീവിതത്തെ നവീകരിക്കുകയും മനുഷ്യത്വത്തിൽ സ്പർശിക്കുകയും ചെയ്യുന്നതാവണം കലയെന്ന് ഡോക്ടർ MP അബ്ദുസമദ് സംതാനി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റും സ്കൂൾ പ്രിൻസിപ്പലുമായ നൌഫൽ പുത്തൻ പീഡിയക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സഹോദയ ജനറൽ സെക്രട്ടറി അനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. CBSE മലപ്പുറം സഹോദയ ട്രഷറർ പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. CM മുഹമ്മദ് മുസ്തഫ, M മുഹമ്മദ് എന്ന ചമയം ബാപ്പു, ഡോക്ടർ ദിവ്യ, പ്രൊഫസർ PP മുഹമ്മദ്, KMT മുഹമ്മദ് അലി, KP ഉമർ ഹാജി, ഷിജു വർക്കി തുടങ്ങി വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സഹോദയ ട്രഷറർ മനോജ് VM ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ജില്ലയിലെ നിരവധി CBSE സ്കൂളുകളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. കടനത്തിൽ കടവാടുന്ന മൂശാരി പെണ്ണുകൾ അറിഞ്ഞൊരു കോട്ടവാടുക്കൽ ആരിക്കെത്തി തൂക്കിയതി കാറ്റുന്ന സർക്കാരൊട്ടമണി. സന്ധിമാനത്ത് ചെമ്പൊറുക്കണ മൂശാരി, വെങ്കലത്തിൽ വിളക്ക് വാർക്കണ മൂശാരി. നാലുകാലി കെട്ടിമേഞ്ഞ ഒരു തെറ്റക്കൂരക്കുള്ളിൽ പൂവത്തേക്ക് ഉന്നാരച്ചന് കാത്തിരിക്കണ കാന്താരി. ISS ക്യാമ്പസിലെ വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തോടെ കലോത്സവത്തിന് തിരശീല വീഴും. CCN പെരിന്തൽമണ്ണ. വള്ളുവനാടിന്റെയും ഏറനാടിന്റെയും ചരിത്രം പഠനവിധേയമാക്കണമെന്ന് VD സതീശൻ. സ്വാതന്ത്ര്യ സമര സേനാനികളായ MP നാരായണ മേനോന്റെയും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും ജീവിത ചരിത്രം രചിച്ച് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പുറത്തിറക്കിയ ഡോക്യുമെന്ററി പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ബ്രിട്ടീഷുകാരൊന്നും ഉള്ളവരുടെ കൂടെയായിരുന്നു, പണമുള്ളവരുടെ കൂടെയായിരുന്നു, അധികാരമുള്ളവരുടെ കൂടെയായിരുന്നു, സമ്പത്തുള്ളവരുടെ കൂടെയായിരുന്നു. അപ്പോൾ എപ്പോഴും പാവപ്പെട്ടവർ ഒറ്റയ്ക്കായിരുന്നു. അവരാണ് സംഘടിച്ചത്. അവർ നടത്തിയ പോരാട്ടമാണ് മറ്റൊരു തലത്തിലേക്ക് പോയത്. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും ഈ കാലത്തിൽ അദ്ദേഹം ജയിലിൽ പിടികൊടുത്തിട്ടില്ല. അദ്ദേഹം ഒരിക്കലും കീഴടങ്ങാതെ അദ്ദേഹം പോലീസ് അന്വേഷിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും കിട്ടിയിട്ടില്ല. അദ്ദേഹം ചിലപ്പോൾ തൊട്ടടുത്തുള്ള
പോണ്ടിച്ചേരിയിലേക്ക് പോകും. പോണ്ടിച്ചേരി അന്ന് ഫ്രഞ്ച് അധീനതയിലാണ്. ബ്രിട്ടീഷുകാർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിർത്തിയാണ് നമ്മുടെ മാഹിയിലെത്തിയ പോണ്ടിച്ചേരിയായി, ഫ്രഞ്ച് അധീനതയായി. ബ്രിട്ടീഷുകാരെ നമ്മൾ നോക്കില്ല, അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു. അദ്ദേഹം ഗാന്ധിയൻ മാർഗത്തിൽ സഞ്ചരിച്ച ഒരാളാണ്. സ്വാതന്ത്ര്യ സമരകാലത്തെ ആൾക്കൂട്ട സമരങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരുടെ മുന്നേറ്റങ്ങളായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു. മഞ്ഞളാംകുഴി അലി MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം, വൈസ് പ്രസിഡന്റ് KV ജുവൈരിയ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് K അസ്കർ അലി എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ കോറി കാരണം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായി പരാതി. ആലിപ്പറമ്പ്, പാറക്കണ്ണി, വഴിയിലപ്പാറ, പൂളേങ്കാട് കോളനി നിവാസികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വില്ലേജിൽ പരാതി കൊടുത്തുക്കണു, പഞ്ചായത്തിൽ കൊടുത്തുക്കണു, കലക്ടർക്ക് കൊടുത്തുക്കണു, MLAക്ക് കൊടുത്തുക്കണു, മെമ്പർക്ക് കൊടുത്തുക്കണു. ആരോട് പരാതി പറഞ്ഞിട്ടും കാര്യം ഒക്കെ ഒന്ന് വന്ന് നോക്കി ഇതേമാതിരിയാണ് പോകും. പിന്നെ അതിൻ്റെ ബാക്കിൽ എന്താ കളിയുന്നില്ല നമുക്കറിയില്ല. നമുക്ക് ഇവിടെ പാർക്കാൻ ഇതില്ല, വള്ളടക്കാൻ പറ്റി. കഴിഞ്ഞ 7 മാസക്കാലമായി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പാറക്കണ്ണി വാർഡിൽ വഴിയിലപ്പാറ, പൂളേങ്കാട് കോളനിയിലെ 8ഓളം വരുന്ന കുടുംബങ്ങൾ ഭീതിയിലാണ്. കോളനിയിലെ സമീപത്തായി പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കോറിയുടെ പ്രവർത്തനം ഇവരുടെ വീടുകൾക്കും മറ്റും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് പരാതി. മണിക്കും പൊട്ടും 3 മണിക്കും പൊട്ടും. ആ പൊട്ടുന്ന സമയത്തൊക്കെ ജനലും വാതിലും അങ്ങനെ കിലിക്കിലിക്കിലേനെ അങ്ങനെ കുലുങ്ങുന്നത്. കുട്ടികൾക്കൊന്നും ഇവിടെ കടന്നിറങ്ങാൻ പറ്റണില്ല. പിന്നെ എന്താ ഓടുകളൊക്കെ കിലിക്കിലിയാനെ കുടുങ്ങിയിട്ട് ബുക്ക് കഴിക്കുന്നത്. ഒക്കെ ഞങ്ങള് ക്ഷമിച്ചും കൂടെ ഇങ്ങനെ നിൽക്കാം. കുറെ ഞങ്ങൾ പരാതിയൊക്കെ കൊടുത്തു, ആരും വന്ന് നോക്കിയിട്ടില്ല. ഇവിടുക്ക് രാവിലെ 6 മണിക്ക് തുടങ്ങും. 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഓരോ പരിപാടി. എന്തെന്നെ കാട്ടിയാലും എന്തെന്നെ പറഞ്ഞാലും ഒരു തീരുമാനം എടുക്കണില്ല. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്നാണ് പരാതി. പിന്നെ കോറിക്കാരനോട് ഞങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കോറിക്കാരനും അതിന് തയ്യാറില്ല. ഇവർ കണ്ടമാനം പൈസ പല സ്ഥലത്തു കൂടി കൊണ്ടുപോയി വതിരിക്കുന്നു. പിന്നെ ഇവിടെ നീതിയുടെ കാര്യം പറഞ്ഞാൽ 2 നീതിയാണ്, സാധാരണക്കാരനും പൈസക്കാരനും. അതുപോലെ അങ്ങനെ കഴിച്ചു. ഞങ്ങളെ കൊണ്ട് അതിന് കഴിയൂല. ഞങ്ങളെ കൊണ്ട് പൈസ കൊടുത്ത് മറികടക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. അതിനില്ലല്ലോ. ഞങ്ങൾ അന്നാന്ന് പോയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടില്ല. വാർഡ് മെമ്പറോടോ എല്ലാ ആൾക്കാരോടും പറഞ്ഞു. വാർഡ് മെമ്പർ, പ്രസിഡന്റ് എല്ലാവരോടും പറഞ്ഞു. സെക്രട്ടറിയോടും പറഞ്ഞു. ഇവിടെ വനിതയാണ്, അവരെ കെട്ടിയ ഭർത്താവ് വന്നിരുന്നത്. ഭർത്താവ് ഇതേമാതിരി ഒന്ന് ഇപ്പോൾ ഇരുത്തുള്ള ആളാണല്ലോ. ഒന്നിങ്ങനെ വന്ന് കുറ്റം മുടക്കിയാണ്ട് പോയി എന്നല്ലാതെ അതിനോട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കോറി പ്രവർത്തനം തുടങ്ങിയതോടെ കിണറുകളിലെയും കുഴൽ കിണറുകളിലെയും വെള്ളം വറ്റി തുടങ്ങിയെന്നും ഇവർ പറയുന്നു. ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കോളനി നിവാസികൾ പറഞ്ഞു. കോറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വേണ്ടത്ര പരിശോധനകൾ ഉണ്ടായിട്ടില്ല എന്നും ഇവർ ആരോപിക്കുന്നു. ഞങ്ങളിപ്പോ പഞ്ചായത്തിൽ പോയി, വില്ലേജിൽ പോയി, എല്ലായിടത്തും പോയി. പഞ്ചായത്ത് പോയ സെക്രട്ടറി പറയുന്നത് മറ്റേ സ്റ്റോപ്പം ചെയ്യാൻ കഴിയൂല, അതുപോലെ കോടതി വിധിയെന്നാ അവർ പറയുന്നത്. 50 മീറ്റർ ചുറ്റളവ് കോടതി വിധിയെന്നാ അവർ പറയുന്നത്. പക്ഷേ സ്റ്റോപ്പം ചെയ്താലും നമുക്ക് കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയാൽ കോടതിക്ക് പോലും ഉത്തരവ് കാണിച്ചു കൊടുത്താൽ മതി. നമ്മൾക്ക് എന്തൊക്കെയാ തടസ്സങ്ങൾ വെച്ചാൽ നമ്മളെ വീട് വിളിച്ച, ഓട് പൊട്ടല്, തറ വിളിച്ച എല്ലാ വീടും കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ നമുക്ക് കോടതിക്ക് സെക്രട്ടറിക്ക് കൊടുക്കാവുന്ന തന്നെ ഉള്ളൂ. പക്ഷെ സെക്രട്ടറി ചെയ്യണില്ല എന്ന് പറഞ്ഞു. പരാതി കൊടുത്തതാണ്. പരാതി കൊടുത്തപ്പോ ഞങ്ങളെ വിളിക്കാണ്ട് പഞ്ചായത്ത് ഞങ്ങളെ ബോർഡ് വിളിക്കാന്ന് പറഞ്ഞാണ് പഞ്ചായത്തേരും മെമ്പറും എല്ലാരും കൂടിയിട്ട് നിങ്ങളെ പഞ്ചായത്തേക്ക് ബോർഡിന് വിളിക്കാൻ എന്നിട്ടുള്ളൂ ഞങ്ങൾ ഇത് തീരുമാനിക്കുള്ളൂ. നിങ്ങളെ ഓലും വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ടില്ല. ആ മെമ്പർ ഞങ്ങളെ വിളിക്കാതെ നേരെ പഞ്ചായത്ത് ഞങ്ങളെ നേരെ വിളിക്കാതെ നേരെ ഓൽക്ക് അനുമതി കൊടുത്തു. സെക്രട്ടറിനോട് പറയുമ്പോ സെക്രട്ടറി പറയുന്നത് ഇച്ചൊന്നും ഞാൻ കാശിച്ചു, ഞാൻ വരാൻ സെക്രട്ടറി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വട്ടം വന്നു, അതിന്റെ ഒപ്പം മെമ്പറും വന്നു. പിന്നെ ഇപ്പൊ ഇന്നിപ്പോ തഹസീൽദാർ വന്നു പോയി. ഇത് കംപ്ലൈന്റ് കൊടുത്തോടുന്ന് റവന്യൂക്കാർ വന്നു. ഇപ്പൊ ഇന്ന് പട്ടികജാതി ഓഫീസറും വന്നു. വേറെ ആരും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞങ്ങളിപ്പോ ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത് തീരുമാനം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിൽ പോകും. ഞങ്ങൾ സമരത്തിൽ, എല്ലാവരും സമരത്തിൽ പോവാ. ഞമ്മക്കൂടെ ജീവിക്കണം. കാരണം അവര് തറട്ടിപ്പോ അതും മുണ്ടിക്കുകയാണ്. ഞാനിപ്പോ എന്ത് പെര കയറ്റണത് പഞ്ചായത്ത് പാസ്സായ പെരയാണ്. ഞാൻ പറയുമ്പോ കയറ്റിട്ട് കാര്യമില്ല. ഈ വീട് ഓണത്തിന് കൂടിയിരിക്കണം എന്ന് കരുതിയാണ്. ആ വീട് മൊത്തത്തിൽ നോക്കണേ, അതൊന്നും ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. CCN പെരിന്തൽമണ്ണ. ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി മണ്ഡപത്തിൽ സ്വരമാധുരി തീർത്ത് ഭരദ്വാജ് സുബ്രഹ്മണ്യം പ്രധാന കച്ചേരി അവതരിപ്പിച്ചു. സുനിത ഹരിശങ്കർ വയലിനിലും
വിജയ് നടേശൻ മൃദംഗത്തിലും മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടത്തിലും പൂർണ്ണതയേകി. നവരാത്രി സംഗീതോത്സവത്തിന്റെ 5ാം ദിനം ധന്യമാക്കിക്കൊണ്ട് ഭരദ്വാജ് സുബ്രഹ്മണ്യത്തിന്റെ കച്ചേരി അരങ്ങേറി. വെള്ളിനേഴിയിലെ സംഗീത കുടുംബത്തിൽ സംഗീതം ശ്വസിച്ചു വളർന്ന ഭരദ്വാജ് അച്ഛൻ വെള്ളിനേഴി സുബ്രഹ്മണ്യന്റെ പാരമ്പര്യം കെടാതെ ഉജ്ജ്വലിപ്പിക്കുന്നു. ആലാപനത്തിലെ അനായാസതയും ഒഴുക്കുമാണ് ഭരദ്വാജിനെ വേറിട്ട് നിൽക്കുന്നത്. സുനിത ഹരിശങ്കർ വയലിനിലും വിജയ് നടേശൻ മൃദംഗത്തിലും മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടത്തിലും പക്കമേളമൊരുക്കി. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് വട്ടമ്പലത്തെ മദർ കെയർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സ്ഥാനാർബുദ നിർണയവും സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 27 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. സൗജന്യ പരിശോധനയും ലേസർ ചികിത്സ ഇളവുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പിലെ പ്രധാന ആകർഷങ്ങളിലൊന്ന് സൗജന്യ സ്ഥാനാർബുദ നിർണയമാണ്. അർഷസ്, ഫിസ്റ്റുല, ഫിഷർ, വെരിക്കോസ് വെയിൻ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ആധുനിക ലേസർ ചികിത്സാ രീതികളെക്കുറിച്ച് ഡോക്ടർമാർ വിശദീകരിക്കുകയും സൗജന്യ കൺസൾട്ടേഷൻ നൽകുകയും ചെയ്യും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ പരിശോധന ലഭിക്കുന്നതിനോടൊപ്പം ലാബ്, എക്സ്റേ, ECG, സ്കാനിംഗ് തുടങ്ങിയ പരിശോധനകൾക്കും ലേസർ സർജറിക്കും 20% ഡിസ്കൗണ്ട് ലഭിക്കും. പ്രശസ്ത കൺസൾട്ടന്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻമാരായ പ്രിയദർശിനി CM, ഡോക്ടർ ആദർശ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും. കൂടാതെ രോഗികളുടെ സൗകര്യാർത്ഥം ലേഡി സർജന്റെ സേവനവും ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ പൊതുജനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. CCN മണ്ണാർക്കാട്. SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ വനിതാ വിദ്യാഭ്യാസ സംരംഭമായി കോട്ടോപ്പാടത്ത് പ്രവർത്തിക്കുന്ന MIC വിമൺസ് അക്കാദമിയിലെ 5 വർഷത്തെ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ ബഹദിയ കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള ബിരുദദാന ചടങ്ങ് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കോട്ടോപ്പാടം MICയിൽ നടക്കും. 2018 MIC വിമൺസ് അക്കാദമി കോട്ടോപ്പാടത്ത് സ്ഥാപിച്ചത്. 47 വിദ്യാർത്ഥിനികളുമായി ആരംഭിച്ച MICയിൽ 250-ലധികം വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ട്. 150-ൽ പരം വിദ്യാർത്ഥിനികൾ മഹദിയ, ഡിപ്ലോമ, CMS, PPTC കോഴ്സുകൾ പൂർത്തിയാക്കി വിവിധ മേഖലകളിൽ സേവനം ചെയ്യുന്നുണ്ട്. ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ 5 വർഷത്തെ മഹദിയ കോഴ്സ് പൂർത്തിയാക്കിയ 39 പേർക്കും 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ 19 പേർക്കും സൗദി ദമാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെക്സ്റ്റ് ജെൻ റോബോട്ടിക് ട്രെയിനിംഗ് സെന്ററിന്റെ 1 വർഷത്തെ റോബോട്ടിക് കോഴ്സ് പൂർത്തിയാക്കിയ 43 പേർക്കും ഡൽഹി ആസ്ഥാനമായുള്ള ടെക്നിക്കൽ സ്റ്റഡി ആൻഡ് സ്കിൽ റിസർച്ച് കൗൺസിലിന്റെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ 25 പേർക്കും സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് സയ്യിദത്ത് സജന ബീവി വിദ്യാർത്ഥിനികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. MICയിൽ കഴിഞ്ഞ 5 വർഷക്കാലം
ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ 5 വർഷത്തെ മഹദിയ കോഴ്സ് പൂർത്തിയാക്കിയവർ, 3 വർഷത്തെ മഹദിയ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയവർ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ സ്കിൽ ആൻഡ് റിസർച്ച് കൌൺസിലിന്റെ കീഴിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് പൂർത്തിയാക്കിയവർ, അതുപോലെ സൗദി അറേബ്യയിലെ ദമാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെക്സ്റ്റ് ജെൻ റോബോട്ടിക്സിന്റെ 1 വർഷത്തെ റോബോട്ടിക് കോഴ്സ് പൂർത്തിയാക്കിയവർ. ഇങ്ങനെ 126 പെൺകുട്ടികൾക്കാണ് നാളെ ബിരുദദാന ചടങ്ങ് നടക്കുന്നത്. SKSFന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പാണക്കാട് സയ്യിദ സജിന ബീവിയാണ് പെൺകുട്ടികൾക്ക് ബിരുദദാനത്തിൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. മതസാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത MIC സെക്രട്ടറി ഹബീബ് ഫൈസി കോട്ടോപ്പാടം, വാക്കിഫ് ഇബ്രാഹിം ഹാജി, സെക്രട്ടറിമാരായ അൻവർ ഫൈസി കാഞ്ഞിരപ്പുഴ, റഹീം ഫൈസി അക്കിപ്പാടം, TK സുബൈർ മൗലവി, നെക്സ്റ്റ് ജൻ CEO മുഹമ്മദ് ഹനീസ്, ഇന്നോ റൂട്ട്സ് സിഒമാരായ വിനു, ജംഷീർ അലി, MIC മാനേജർ അൻവർ അലി കമാലി എന്നിവർ പറഞ്ഞു. CCN മണ്ണാർക്കാട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ ബാങ്കുകൾ ജാഗ്രത പുലർത്തണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്. ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതെങ്ങനെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയും ഫാമേഴ്സും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ ഇവിടെ ഒന്നിച്ചു നിർത്താം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ DAC ചെയ്ത എക്സാമ്പിൾ വേണമെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്തുകൂടെ. ബാങ്കുകൾക്ക് ഫെസിലിറ്റി ചെയ്യാൻ നമ്മൾ റെഡിയാണ്. ബാങ്കുകൾ വരുന്നു, കൂടുതൽ മെക്കാനൈസേഷൻ എഫക്റ്റി ഉള്ള ഇൻഡസ്ട്രി മറ്റ് ജില്ലകളിലൊക്കെ കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ അതുപോലത്തെ മീറ്റിംഗ്സ് നടക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലും അഗ്രികൾച്ചറിലേക്ക് ഒരുപാട് പേര് വലിയ ഗ്രോത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായി. അത് സസ്റ്റെയിൻ ചെയ്ത് നിർത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് ദുരുപയോഗം ചെയ്ത് പണം തട്ടുന്ന പ്രവണത ജില്ലയിൽ അടുത്തായി കണ്ടുവരുന്നുണ്ട്. ഇത്തരം പ്രവണത തടയുന്നതിന് ബോധവൽക്കരണം ശക്തമാക്കണം. പ്രവാസികൾ ഏറെയുള്ള ജില്ലയിൽ പുതിയ സംരംഭം തുടങ്ങുന്നതിന് ആവശ്യമായ സഹായം ബാങ്കുകൾ നൽകണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം LDO VS അഖിൽ, ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അഞ്ജന ദേവ്, കാനറ ബാങ്ക് AGM M പുലിസായി കൃഷ്ണ, നബാർഡ് DDM മുഹമ്മദ് റിയാസ്, ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂണിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ 59,621.12 കോടിയുടെ നിക്ഷേപമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാർച്ചിൽ ഇത് 59,985.85 കോടി ആയിരുന്നു. ജില്ലയിലെ മുൻഗണനാ മേഖലയിൽ 37% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. CCN മലപ്പുറം. സഹകരണ പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ മാസം 30 കേരള നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1993 ഈ പെൻഷൻ ഏർപ്പെടുത്തിയത് മുതൽ ഇപ്പോൾ 25 കൊല്ലം കഴിഞ്ഞ് 27ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിക്കും. ഞങ്ങളുടെ ആവശ്യങ്ങളും മറ്റും പല പ്രാവശ്യം, അതായത് ഇത് തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഇതിന്റെ ബാലാൻസർ മാറി കിട്ടുന്നില്ല. കാരണം അന്ന് തുടങ്ങിയ അന്ന് അവസാനമായി വാങ്ങിയ 10 മാസ ശമ്പളത്തിന്റെ ആവറേജും പെൻഷനായും അതിന്മേലുള്ള അന്നത്തെ കാലത്ത് കിട്ടാവുന്ന DA തന്നിരുന്നതാണ്. പക്ഷെ അതിനുശേഷം ഇതിലെ മറ്റ് ആൾക്കാരെ കൂടി, അതായത് ഈ കേരള ബാങ്ക്, അതേപോലെ മറ്റ് സംഘങ്ങളെ ഇവരെ കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി അത് മാക്സിമം 10,000 രൂപയിൽ നിർത്തി. സഹകരണ പെൻഷൻകാർക്ക് 10% ക്ഷാമാശ്വാസം അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി 15% ഇടക്കാലാശ്വാസം അനുവദിക്കുക, മിനിമം മാക്സിമം പെൻഷൻ വർദ്ധിപ്പിക്കുക, മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, പെൻഷൻ ഫണ്ടിലേക്ക് സഹകരണ സ്ഥാപനങ്ങളുടെ വിഹിതം ഉറപ്പാക്കുവാൻ നിയമനിർമ്മാണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ പെൻഷൻകാർ സമരം നടത്തുന്നത്. രമേശ് ചെന്നിത്തല MLA, TP രാമകൃഷ്ണൻ MLA തുടങ്ങിയവർ സംസാരിക്കും. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ പല പ്രാവശ്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും
ഇവിടെ നിങ്ങളെ ശ്രദ്ധയിൽ വന്ന തന്നെയാണ് നിങ്ങൾ ന്യൂസ് കൊടുത്തിരുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ കലക്ടറേറ്റിലേക്ക് മാർച്ച് ചെയ്യുകയും അതേപോലെ സത്യാഗ്രഹം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ അടുത്ത 30-ാം തീയതി ഒരു മാർച്ച് നടത്താൻ പോകുന്നത് നിയമസഭയിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് കോപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി അഹമ്മദ് കുട്ടി, കെ ഗോപിനാഥൻ, ടി കെ ജയൻ, ടി കെ ഹരിദാസൻ, ഒ സഹദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. വിഷൻ 2031 വനിതാ ശിശു വികസന വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാർ ഒക്ടോബർ 16-ന് തിരൂരിൽ നടക്കും. സെമിനാറിന്റെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാനം 2031-ൽ 75 വർഷം പൂർത്തിയാക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല വളർച്ചയെ വിലയിരുത്താനും ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യാനും വനിതാ ശിശു വികസന വകുപ്പ് നേതൃത്വം നൽകുന്ന സംസ്ഥാനതല സെമിനാറാണ് തിരൂരിൽ നടക്കുക. വിഷൻ 2031ന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന 33 സെമിനാറുകളിൽ ഒന്നാണ് ഒക്ടോബർ 16-ന് തിരൂരിൽ നടക്കുന്നത്. സെമിനാറിന്റെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. തിരൂർ PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ കുർക്കോളി മൊയ്തീൻ MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞകാല വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനോടൊപ്പം 2031-ൽ കേരളം എങ്ങനെയായിരിക്കണം, വികസന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ചർച്ചകളും സെമിനാറിന്റെ ഭാഗമായി നടക്കും. സെമിനാറിൽ നിന്ന് ലഭിക്കുന്ന വകുപ്പുതല കാഴ്ചപ്പാടുകൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജനുവരിയിൽ നടത്തുന്ന കോൺക്ലേവിലേക്ക് കൈമാറുമെന്ന് മന്ത്രി വിശദീകരിച്ചു. ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്, മുഖ്യ രക്ഷാധികാരിയും ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയർമാനും കുറുക്കോളി മൊയ്തീൻ MLA, ജില്ലയിലെ മറ്റ് MLA-മാർ, MP-മാർ എന്നിവർ വൈസ് ചെയർമാൻമാരും വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ജനറൽ കൺവീനറും ജില്ലാ കളക്ടർ VR വിനോദ് കൺവീനറുമായ വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. CCN മലപ്പുറം. വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂൾ കലോത്സവത്തിന് വർണ്ണശബളമായ തുടക്കമായി. പ്രമുഖ കലാകാരനായ കലാമണ്ഡലം നാരായണൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ കലോത്സവ വേദികളിൽ നിന്ന് നമുക്ക് ഒരുപാട് കലാപ്രതിഭകളെ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം മഞ്ജുവാര്, അങ്ങനെ വലിയ കലാപ്രതിഭകൾ, ഒരുപാട് കലാപ്രതിഭകളെ ഈ കലോത്സവ വേദികളിൽ നിന്നാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന വലിയ കലാകാരൻ, പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടായിരിക്കും, ഡാൻസ് കളിക്കാൻ കഴിവുള്ളവരുണ്ടായിരിക്കും, ഓണായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ളവരുണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് മറ്റുള്ളവരെ അവതരിപ്പിക്കാൻ നല്ലൊരു വേദിയാണ് കലോത്സവം. നമുക്കറിയാം 1957 ചെറിയ രീതിയിൽ ഒരു ദിവസം മാത്രം ഉള്ള ഒരു കലോത്സവമാണ് നമുക്ക് വെച്ചെങ്കിൽ ഇന്ന് ഏഷ്യയിൽ തന്നെ വലിയൊരു കലാമാമാങ്കമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കലോത്സവം. ഒരാഴ്ച സംസ്ഥാന കലോത്സവം ഒരാഴ്ചയാണ് നീണ്ടുന്നത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് രാജലക്ഷ്മി സ്വാഗതം പറഞ്ഞു. മുൻ PTA പ്രസിഡന്റ് ഷഹീർ അലി നറുക്കോട് അധ്യക്ഷനായി. കൾച്ചറൽ കമ്മിറ്റി ജനറൽ കൺവീനർ മുനവീർ സംസാരിച്ചു. ഉദ്ഘാടകനായ കലാമണ്ഡലം നാരായണൻകുട്ടിക്ക് ഹെഡ് മിസ്ട്രസ് ഉപഹാരം സമർപ്പിച്ചു. സീനിയർ അധ്യാപകൻ P ഗിരിവാസൻ നന്ദിയും പറഞ്ഞു. 100 കണക്കിന് വിദ്യാർത്ഥികൾ വിവിധ കലായിനങ്ങളിൽ മാറ്റുരച്ചു.
CCN പെരിന്തൽമണ്ണ. മികച്ച ഓഫറുകൾ ഒരുക്കി പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് സുനാമി. സെപ്റ്റംബർ 27, 28 ശനി ഞായർ ദിവസങ്ങളിലാണ് ഷോപ്പിംഗ് സുനാമി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധ ഉൽപ്പന്നങ്ങൾക്കും ഏറ്റവും വലിയ ഓഫറുകളുമായാണ് പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ തകർപ്പൻ ഷോപ്പിംഗ് സുനാമി ഫെസ്റ്റിവലിന് തുടക്കമാകുന്നത്. സെപ്റ്റംബർ 27, 28 ശനി ഞായർ ദിവസങ്ങളിലാണ് ഷോപ്പിംഗ് സുനാമി ഒരുക്കിയിരിക്കുന്നത്. ഓഫറിന്റെ ഭാഗമായി നിത്യോപയോഗ സാധനങ്ങൾ, ഫാഷൻ ഐറ്റംസുകൾ, ഇലക്ട്രോണിക് ഐറ്റംസുകൾ എന്നിവയ്ക്ക് വലിയ വിലക്കുറവാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഫറുകൾ ഉപഭോക്താക്കൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഈ വരുന്ന ശനിയും ഞായറും 27-ാം തീയതി 28-ാം തീയതി സുനാമി ഷോപ്പിംഗ് എന്നുള്ള പേരിൽ ഇവിടെ നെസ്റ്റോയിൽ ഗംഭീര പ്രൊമോഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നോർമലി സുനാമി പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മളെ നെസ്റ്റോയുടെ ഒരു ഹൈലൈറ്റ് പ്രൊമോഷൻസ് ആണ്. അപ്പോൾ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1919 1 ലിറ്റർ മിൽമ പാല്, 1819 1 kg ഓണിയൻ, ആ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും എവിടെയും കിട്ടില്ല. പിന്നെ അതിന്റെ പുറമെ നമ്മൾ GSTന്റെ പേരിൽ 12% GST ഉള്ളത് 5% ആയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കസ്റ്റമർക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ശനിയും ഞായറും ഇവിടെ വിലക്കുറവിന്റെ ഒരു മേള തന്നെയാണ് നടക്കുന്നത്. അത് എല്ലാ ഉപഭോക്താക്കളും അതിന്റെ ഗുണഭോക്താക്കളാക്കിയിട്ട് മാറുക. ഓക്കെ, താങ്ക് യു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികളുടെ കലാമികവ് മാറ്റുരയ്ക്കുന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ CBSE കലോത്സവം 2025 പെരിന്തൽമണ്ണ ISS ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു. മലപ്പുറം MP ഡോക്ടർ MP അബ്ദുസമദ് സംതാനി 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കം ഉദ്ഘാടനം ചെയ്തു. വള്ളുവനാടിന്റെയും ഏറനാടിന്റെയും ചരിത്രം പഠനവിധേയമാക്കണമെന്ന് VD സതീശൻ. സ്വാതന്ത്ര്യ സമര സേനാനികളായ MP നാരായണ മേനോന്റെയും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും ജീവിത ചരിത്രം രചിച്ച് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പുറത്തിറക്കിയ ഡോക്യുമെന്ററി പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ കോറി കാരണം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായി പരാതി. ആലിപ്പറമ്പ്, പാറക്കണ്ണി, വഴിയിലപ്പാറ, പൂളേങ്കോട് കോളനി നിവാസികളാണ് പരാതിയുമായി എത്തിയത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.